प्यारे बच्चों सालम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയായിരിക്കുന്നല്ലോ. യെസ്, വളരെ പ്രധാനപ്പെട്ട ജഗ്മഗ് താര എന്നുള്ള പാഠഭാഗത്തിലെ ആക്ടിവിറ്റിയാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. എന്റെ എല്ലാ മക്കളും കൃത്യതയോടുകൂടി നോക്കിയോളൂ. നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് ആ ചോദ്യം എന്നുള്ളത്. നമുക്ക് വന്ന ചോദ്യം എന്താണ് മക്കളെ? ഭാരത് കിൻ കിൻ ക്ഷേത്രോ മേ ജഗ്മഗ് രഹാ ഹേ. ല്ലേ, ഭാരതം എന്തെല്ലാം മേഖലകളിലാണ് തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ല്ലേ, ആ കവിതയിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? വിഖ്യാൻ ല്ലേ, ശാസ്ത്രത്തിന്റെ മേഖലയിൽ, ല്ലേ, ശാസ്ത്രത്തിന്റെ മേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള 3 മേഖലകൾ നമ്മൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? എഴുതണം. വളരെ സിമ്പിൾ ആണ്. 3 മാർക്ക് നമുക്ക് എന്ത് ചെയ്യും? ലഭിക്കും. അപ്പൊ നമുക്ക് എഴുതി നോക്കാം മക്കളെ. എന്താണ് മറ്റൊരു മേഖല? യെസ്, ല്ലേ, ടെക്നിക്കിന്റെ മേഖലകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മുൻപന്തിയിലുണ്ട്. എന്താണ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സാങ്കേതിക വിദ്യയാണ്. ല്ലേ, സാങ്കേതിക വിദ്യ. വിഖ്യാൻ എന്ന് പറഞ്ഞാൽ മാഷി നേരത്തെ പറഞ്ഞു, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് അവിടെ തന്നിട്ടുണ്ടായിരുന്നു. ല്ലേ, ശാസ്ത്രത്തിന്റെ മേഖലകളായി, അതേപോലെ സാങ്കേതിക വിദ്യയുടെ മേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മിന്നി തിളങ്ങുന്നത്. അതേപോലെ കല, ല്ലേ, കലയുടെ മേഖലകളിലും എന്ത് ചെയ്യുന്നുണ്ട്? മിന്നി തിളങ്ങുന്നുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? അന്തരീക്ഷ വിഖ്യാൻ. അപ്പൊ വിഖ്യാൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അന്തരീക്ഷ വിഖ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾ മനസ്സിലാക്കിക്കോ, ബഹിരാകാശ ശാസ്ത്രം, ല്ലേ, ബഹിരാകാശ ശാസ്ത്രത്തിന്റെ മേഖലകളിലും ഭാരതം മിന്നി തിളങ്ങുന്നുണ്ട്. അപ്പൊ മാഷ് ഒരിക്കൽ കൂടി ചോദ്യം വായിച്ച് പറഞ്ഞുതരാൻ എന്റെ മക്കൾക്ക് ശ്രദ്ധയോടുകൂടി നോക്കിക്കോളൂ. ഭാരത് കിൻ കിൻ ക്ഷേത്രോ മേ ജഗ്മഗ് രഹാ ഹേ. ഭാരതം എന്തെല്ലാം മേഖലകളിലാണ്, എന്തെല്ലാം മേഖലകളിലാണ് എന്ത് ചെയ്യുന്നത്? മിന്നി തിളങ്ങുന്നത്. അപ്പൊ ജഗ്മഗ് താര എന്ന് എഴുതിയിട്ട് നമ്മൾ എന്തെല്ലാം എഴുതി? വിഖ്യാൻ എഴുതി, ശാസ്ത്രം എഴുതി, ടെക്നിക്ക് എഴുതി, ല്ലേ, സാങ്കേതിക വിദ്യ, കലകളിൽ മിന്നി തിളങ്ങുന്നുണ്ട്. അതേപോലെ അന്തരീക്ഷ വിഖ്യാൻ, ബഹിരാകാശ ശാസ്ത്രം. എന്റെ മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാഷ് ഒരിക്കൽ കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? വിഖ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രമാണ്, സയൻസ് ആണ്. ല്ലെ, ടെക്നിക് എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയാണ്, ടെക്നോളജിയാണ്. അന്തരീക്ഷ വിഖ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹിരാകാശ ശാസ്ത്രമാണ്. ല്ലെ, അപ്പൊ ഇത്തരത്തിൽ എന്റെ മക്കൾക്ക് സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ല്ലെ, പരമാണു വിഖ്യാൻ എന്ന് പറയുന്നുണ്ട്. റെഡി അല്ലേ? അപ്പൊ ഇത്തരത്തിൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം? വളരെ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കണം. റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേ? യെസ്. അപ്പൊ ഇത്തരത്തിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്റെ മക്കൾ കൂടി ഉത്തരം എഴുതുമല്ലോ. റെഡി അല്ലേ മക്കളെ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ മറ്റൊരു ചോദ്യവുമായി മാഷ് വീണ്ടും വരുന്നതാണ്. അപ്പൊ എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.